ചേട്ടാ പുതിയ ബൈക്ക് വാങ്ങിച്ച് ഞാൻ. ഏയ് കൺഗ്രാറ്റ്സ്. ഏത് വണ്ടി? റോയൽ എൻഫീൽഡ്. പൊളിയല്ലേ? സൂപ്പർ, കൺഗ്രാറ്റ്സ്. സൂക്ഷിച്ച് കണക്ക് ഓടിക്കാൻ കേട്ടാ. പിന്നെ ചേട്ടാ 2 കീ തന്നിട്ടുണ്ട്, അത് ഓക്കെ. പക്ഷെ ഇതിൻ്റെ ഒപ്പം ഒരു മെറ്റൽ കീ തന്നിട്ടുണ്ട്. ഇത് എന്തിനാണ്? അത് കളയാലോ. ഡാ അത് അഴിക്കല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് ആവശ്യമുണ്ട്. ഇതോ ഇമ്പോർട്ടൻ്റോ? ഇത് ഇത്ര ആവശ്യമുള്ളതാ? എന്തിനത്? ആ മെറ്റൽ പീസ് ഇല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നിന്റെ വണ്ടിന്റെ ചാവി നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, നീ വണ്ടി തള്ളിക്കൊണ്ട് ഷോറൂമിലേക്ക് പോകേണ്ട കാര്യമില്ല, നീ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കുന്ന കടയിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ മെറ്റൽ പീസിനകത്ത് ഒരു നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു QR കോഡ് ഉണ്ടാവും. നോക്ക്. ആ ശരി അതേത് നമ്പർ ഉണ്ട്. ഈ നമ്പർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ നമ്പറും കൊണ്ട് നീ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് വണ്ടിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ആക്ച്വലി അത് ഒറിജിനൽ കീ ആണ്. അതായത് നീ വണ്ടിന്റെ ലോക്കിന്റെ സിസ്റ്റം കാര്യങ്ങളൊന്നും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. നിനക്ക് ഇതേപോലത്തെ നീ ഏത് ചാവിയാണോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സെയിം ചാവി നിനക്ക് അവർ തരും ഷോറൂമിൽ നിന്ന്, ഈ നമ്പറും ഈ QR കോഡും ഉണ്ടെങ്കിൽ. സോ ഈ മെറ്റലിന്റെ ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരിക്കലും നഷ്ടപ്പെടാതെ നോക്കണം. നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി നീ എടുത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശരിയാ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഇത് ഞാൻ കളയില്ല, വെച്ചോളാം. ഓക്കെ. നിങ്ങൾക്കിതൊരു പുതിയ അറിവാണെങ്കിൽ ഇതിപ്പോൾ തന്നെ പുതിയ വണ്ടി വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ബോസ് വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബോസ് വാല, ബി ദ ബോസ്.